Bharathiar University Distance Education BA English ഫസ്റ്റ് ഇയർ. ഇതിലെ ഇംഗ്ലീഷ് എന്ന പേപ്പറിൽ 5 യൂണിറ്റുകളാണുള്ളത്. പ്രോസ്, പോയട്രി, ഷോർട്ട് സ്റ്റോറീസ്, വൺ ആക്ട് പ്ലേസ് ആൻഡ് കമ്മ്യൂണിക്കേറ്റീവ് ഗ്രാമർ. ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് യൂണിറ്റ് 1 പ്രോസിലെ ലെസൺ 2 ദ സെൽഫിഷ് ജയൻറ്റ്. ലെസൺ 2 പ്രോസ് 2 ദ സെൽഫിഷ് ജയൻറ്റ് ബൈ ഓസ്കാർ വൈൽഡ്. സ്വാർത്ഥനായ രാക്ഷസൻ. ടെക്സ്റ്റ്. Every afternoon, as they were coming from school, the children used to go and play in the giant's garden. കുട്ടികൾ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വന്നിട്ടുള്ള എല്ലാ ദിവസങ്ങളിലും രാക്ഷസന്റെ ഗാർഡനിലേക്ക്, പൂന്തോട്ടത്തിലേക്ക് പോവുകയും കളിക്കുകയും ചെയ്യുമായിരുന്നു. It was a large, lovely garden with soft green grass. Here and there over the grass stood beautiful flowers like stars, and there were 12 peach trees that in the springtime broke out into delicate blossoms of pink and pearl, and in the autumn bore rich fruit. The birds sat on the trees and sang so sweetly that the children used to stop their games in order to listen to them. How happy we are here, they cried to each other. ആ ഗാർഡനെ കുറിച്ചിട്ടുള്ള, ആ ഒരു പൂന്തോട്ടത്തെക്കുറിച്ചുള്ള വർണ്ണന ആണ് ഈ ഒരു പാരഗ്രാഫിൽ പറഞ്ഞിട്ടുള്ളത്. ഇറ്റ് വാസ് എ ലാർജ് ലവ്ലി ഗാർഡൻ. അതൊരു വലിയ മനോഹരമായ ഒരു പൂന്തോട്ടമാണ്. മൃദുവായ പച്ച പുല്ലുകളോട് കൂടിയത്. അവിടെയും ഇവിടെയുമായി പുല്ലുകൾക്കിടയിലൂടെ ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ് നിൽക്കുന്നുണ്ട്, ലൈക്ക് സ്റ്റാർസ്, നക്ഷത്രങ്ങൾ പോലെ. അവിടെ 12 പീച്ച് മരങ്ങളുണ്ടായിരുന്നു. അതിൽ സ്പ്രിംഗ് ടൈം ആകുമ്പോൾ, വസന്തകാലമാകുമ്പോൾ അതിൽ പൂക്കളുണ്ടാകും. പിങ്ക് ആൻഡ് പേൾ ആയിട്ടുള്ള പൂക്കളുണ്ടാകും. ഓട്ടം സീസണിൽ, ശരത്കാലത്തിൽ ഇത് ഫ്രൂട്ടായിട്ട് മാറും. പക്ഷികൾ മരത്തിൻ്റെ ചില്ലയിൽ ഇരുന്നിട്ട് അവർ സ്വീറ്റായിട്ട് പാട്ട് പാടും. ഈ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഈ കിളികളുടെ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് അവരുടെ കളി നിർത്തുമായിരുന്നു. നമ്മളിവിടെ എന്തു ഹാപ്പിയാണ്, ഇതവർ പരസ്പരം പറയുമായിരുന്നു. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. ഒരു രാക്ഷസൻ്റെ ഗാർഡൻ ഉണ്ട്. അവിടെ കുട്ടികൾ സ്ഥിരമായിട്ട് കളിക്കാൻ വരാറുണ്ട്. One day the giant came back. He had been to visit his friend the Cornish og and had stayed with him for 7 years. After the 7 years were over, he had said all that he had to say, for his conversation was limited, and he determined to return to his own castle. When he arrived, he saw the children playing in the garden. "What are you doing here?" he cried in a very gruff voice, and the children ran away. അപ്പോൾ ഒരു ദിവസം ഈ ജയൻറ്റ്, ഈ രാക്ഷസൻ തിരിച്ചു വരികയാണ്. ഈ രാക്ഷസൻ്റെ കോർണിഷ് ഒഗ്രേ എന്ന പേരുള്ള ഒരു ഫ്രണ്ടിൻ്റെ കാസിലിൽ 7 വർഷമായിട്ട് കൂടെ താമസിക്കുകയായിരുന്നു നമ്മുടെ ഈ ജയൻറ്റ്. 7 വർഷം കഴിഞ്ഞപ്പോൾ, അവന് പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ സ്വന്തം കാസിലിലേക്ക് തിരിച്ചു വരാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ ഈ രാക്ഷസൻ കാസിലിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് അവിടെ ഗാർഡനിൽ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്നതാണ് കണ്ടത്. "വാട്ട് ആർ യു ഡൂയിങ് ഹിയർ?" നിങ്ങളിവിടെ എന്താണ് ചെയ്യുന്നത്? ഇത് നമ്മുടെ ജയൻറ്റ് ഒരു ഗ്രഫ് വോയിസിൽ, പരുക്കനായിട്ടുള്ള വോയിസിൽ ആ കുട്ടികളോട് ചോദിച്ചു. അപ്പോൾ ആ കുട്ടികൾ പേടിച്ച് അവിടെ നിന്ന് ഓടിപ്പോയി. "മൈ ഓൺ ഗാർഡൻ ഈസ് മൈ ഓൺ ഗാർഡൻ," സെഡ് ദ ജയൻറ്റ്. "എനിവൺ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്, and I will allow nobody to play in it but myself." So he built a high wall all around it and put up a notice board, "Trespassers will be prosecuted." എൻ്റെ ഗാർഡൻ എൻ്റെ സ്വന്തം ഗാർഡനാണ്. ഞാനല്ലാതെ മറ്റാരും എൻ്റെ ഗാർഡനിൽ കളിക്കാൻ പാടില്ല. ഞാൻ ഒരാളെയും അനുവദിക്കില്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആ ഗാർഡന് ചുറ്റും ഈ ജയൻറ്റ് ഒരു വാള്, ഒരു മതിൽ പണിയുകയാണ്. മാത്രമല്ല അവിടെ ഒരു നോട്ടീസ് ബോർഡ് വെക്കുകയാണ്. "Trespassers will be prosecuted." അതിക്രമിച്ചു കടക്കുന്നവരെ തുടർന്ന് പ്രവർത്തിക്കും. അതായത് അതിക്രമിച്ച് ഈ ഗാർഡനിലേക്ക് കടക്കുന്നവരെ ഉപദ്രവിക്കും, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യും എന്നാണ് അതിൻ്റെ ഉദ്ദേശം. "Trespassers will be prosecuted." ഇത് ഫേമസ് ആയിട്ടുള്ള ഒരു വേർഡാണ്, സെൻറ്റൻസ് ആണ്.
Okay, back to the story. He was a very selfish giant. The poor children had now here to play. They tried to play on the road, but the road was very dusty and full of hard stones, and they did not like it. They used to wander round the high walls when their lessons were over and talk about the beautiful garden inside. അവൻ വളരെയധികം സ്വാർത്ഥനായ രാക്ഷസനാണ്. ആ പാവം കുട്ടികൾക്ക് ഇപ്പോൾ കളിക്കാൻ ഇടമില്ലാതായിരിക്കുന്നു. അവർ റോഡിൽ കളിക്കാൻ വേണ്ടി ട്രൈ ചെയ്തു, പക്ഷേ റോഡിൽ ഭയങ്കര ഡസ്റ്റുമാണ്, മാത്രമല്ല ഹാർഡ് സ്റ്റോൺസ് ആണ്, കൂർത്ത കല്ലുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് അവിടെ ഇഷ്ടപ്പെട്ടില്ല, റോഡ് ഇഷ്ടപ്പെട്ടില്ല. അവർ പിന്നീട് അവരുടെ ക്ലാസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ഗാർഡനു ചുറ്റും രാക്ഷസൻ നിർമ്മിച്ചിട്ടുള്ള ആ വലിയ മതിലിന് ചുറ്റും അവർ നടക്കുമായിരുന്നു. ആൻഡ് അകത്തുള്ള ആ ഒരു ബ്യൂട്ടിഫുൾ ഗാർഡനെ കുറിച്ച് അവർ തമ്മിൽ സംസാരിക്കുമായിരുന്നു. ഹൗ ഹാപ്പി വി വർ ദേ സെഡ് ടു ഈച്ച് അതർ. അവിടെ നമ്മൾ എന്ത് ഹാപ്പി ആയിരുന്നു, എന്ത് സന്തോഷവാന്മാരായിരുന്നു, അവർ പരസ്പരം പറയുമായിരുന്നു. ദെൻ the spring came and all over the country there were little blossoms and little birds. Only in the garden of the selfish giant it was still winter. The birds did not care to sing in it, as there were no children, and the trees forgot to blossom. Once a beautiful flower put its head out from the grass, but when it saw the notice board, it was so sorry for the children that it slipped back into the ground again and went off to sleep. The only people who were pleased with the snow and the frost. Spring has forgotten this garden, they cried. So we will live here all the year around. The snow covered up the grass with her great white cloak, and the frost painted all the trees silver. Then they invited the north wind to stay with them, and he came. He wrapped in furs, and he rode all day about the garden, and blew the chimney pots down. This is a delightful spot, he said. We must ask the hail on a visit. So the hail came. Every day for 3 hours he rattled on the roof of the castle till he broke most of the slates, and then he ran round and round the garden as fast as he could go. He was dressed in a grey and his breath was like ice. അപ്പം സ്പ്രിംഗ് സീസൺ, വസന്തകാലം വന്നു. കൺട്രിയിലെ എല്ലാ സ്ഥലത്തും ബ്ലോസംസ് ആയിരുന്നു, അവിടെ പൂക്കുന്നുണ്ടായിരുന്നു, അതുപോലെ ബേഡ്സൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ജയൻറ്റിൻ്റെ, ഈ ഒരു രാക്ഷസൻ്റെ ഗാർഡനിൽ മാത്രം ഇപ്പോഴും വിൻ്ററാണ്, ഇപ്പോഴും മഞ്ഞുകാലമാണ്. ബേഡ്സ്, പക്ഷികൾ പാട്ടുപാടാൻ തയ്യാറായില്ല, കാരണം അവിടെ കുട്ടികളുണ്ടായിരുന്നില്ല. ഒരിക്കൽ ഒരു ബ്യൂട്ടിഫുൾ ഫ്ലവർ തല പൊക്കി വന്നു, പക്ഷെ ആ നോട്ടീസ് ബോർഡ് കണ്ടപ്പോഴേക്കും ആ കുട്ടികളെ ആലോചിച്ച് സങ്കടം വന്നിട്ട് ഗ്രൗണ്ടിലേക്ക്, നിലത്തേക്ക് വഴുതിപ്പോയി, പതിയെ നിദ്രയിലേക്കും. അതായത് പൂക്കളൊന്നും പൂത്തിരുന്നില്ല, അതുപോലെ കിളികളൊന്നും പാട്ട് പാടിയിരുന്നില്ല. അവിടെ രണ്ടേ ആളുകൾ മാത്രമാണ് സന്തോഷിച്ചിരുന്നത്, സ്നോയും ഫ്രോസ്റ്റും, മഞ്ഞും ശൈത്യവും. വസന്തം ഈ പൂന്തോട്ടത്തെ മറന്നിരിക്കുന്നു, അതുകൊണ്ട് നമുക്കിവിടെ ഈ വർഷം മുഴുവൻ കഴിയാം. ഇങ്ങനെ അവർ ആ ഗാർഡൻ മുഴുവനായിട്ട്, ഗാർഡനിലുള്ള ട്രീസും ബാക്കി എല്ലാ കാര്യങ്ങളും അവരുടെ വൈറ്റ് കൊണ്ട് അവർ കവർ ചെയ്യുകയാണ്. നോർത്ത് വിൻഡിനെ അവർ അവരുടെ കൂടെ താമസിക്കാനായിട്ട് ഇൻവൈറ്റ് ചെയ്യുകയും ഈ നോർത്ത് വിൻഡ് വരികയും ചെയ്തു. പിന്നീട് ഹെയിലിനെയും ആലിപ്പഴത്തെയും അവർ സ്വാഗതം ചെയ്തു. ആലിപ്പഴവും അവിടേക്ക് വന്നു. അങ്ങനെ ഇവരെല്ലാവരും കൂടിയിട്ട് ആ ഒരു ഗാർഡനിൽ വളരെ ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ്. I cannot understand why the spring is so late in coming, said the selfish giant, as he sat at the window and looked out at his cold white garden. I hope there will be a change in the weather. അപ്പോൾ സെൽഫിഷ് ജയൻറ്റ് തൻ്റെ കാസിലിരുന്നുകൊണ്ട് വിൻഡോയിൽ പുറത്തേക്ക് നോക്കിയിട്ട് ഇങ്ങനെ ചിന്തിക്കുകയാണ്,
എന്തുകൊണ്ടാണ് വസന്തം വരാൻ ഇത്ര ലേറ്റ് ആവുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ വെതറിലൊരു ചേഞ്ച് വന്നിരുന്നെങ്കിൽ, ഈ കാലാവസ്ഥയിൽ ഒരു മാറ്റം വന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ഈ സെൽഫിഷ് ജയൻ്റ് പറയുകയാണ്. But the spring never came, not the summer. The autumn gave golden fruit to every garden, but to the giant's garden she gave none. He is too selfish, she said. So it was always winter there, and the north winds, and the hail, and the frost, and the snow danced about through the trees. പക്ഷേ വസന്തം പിന്നെ വന്നില്ല. സമ്മറും വന്നില്ല, വേനൽക്കാലവും വന്നില്ല. ശരത്കാലം എല്ലാ ഗാർഡനിലും ഗോൾഡൻ ഫ്രൂട്ട് നൽകി, പക്ഷേ രാക്ഷസൻ്റെ ഗാർഡന് മാത്രം നൽകിയില്ല. അവൾ പറഞ്ഞത് അവൻ വളരെയധികം സെൽഫിഷാണ്, വളരെയധികം സ്വാർത്ഥനാണ്. അത് പറഞ്ഞുകൊണ്ട് ഓട്ടം ജയൻറ്റിൻ്റെ, നമ്മുടെ രാക്ഷസൻ്റെ ഗാർഡന് ഗോൾഡൻ ഫ്രൂട്ട് നൽകിയില്ല. ആ ഗാർഡനിൽ എല്ലായ്പ്പോഴും വിൻ്ററാണ്, മഞ്ഞുകാലമാണ്. നോർത്ത് വിൻഡും ഹെയിലും ഫ്രോസ്റ്റും സ്നോയും അവർ ആ ഗാർഡനിലെ ട്രീസിൽ അവർ നൃത്തമാടി. One morning, the giant was lying awake in bed when he heard some lovely music. It sounded so sweet to his ears that he thought it must be the king's musicians passing by. It was really only a little linnet singing outside his window, but it was so long since he had heard a bird sing in his garden that it seemed to him to be the most beautiful music in the world. Then the hail stopped dancing over his head, and the north wind ceased roaring, and a delicious perfume came to him through the open casement. I believe the spring has come at last, said the giant, and he jumped out of bed and looked out. What did he see? അപ്പോൾ ഒരു ദിവസം രാവിലെ ഈ രാക്ഷസൻ ഉണർന്ന് കിടക്കുന്ന സമയത്ത് ഒരു ലവ്ലി മ്യൂസിക്, ഒരു മനോഹരമായിട്ടുള്ള ഒരു മ്യൂസിക് കേട്ടു. അത് വളരെയധികം സ്വീറ്റായിരുന്നു. ഈ ജയൻ്റ് വിചാരിച്ചത് കിങ്ങിൻ്റെ മ്യൂസിഷ്യൻസ് അതുവഴി പാസ് ചെയ്യുകയായിരിക്കാം എന്നാണ്. അത് ശരിക്കും ഒരു ചെറിയ ലിന്നറ്റ് പാട്ടുപാടുകയായിരുന്നു. ലിന്നറ്റ് എന്ന് പറഞ്ഞാൽ ഒരു തവിട്ട് നിറത്തിലുള്ള പാട്ട് പാടുന്ന ഒരിനം പക്ഷിയാണ്. ഒരു പക്ഷി പാട്ട് പാടുന്നത് ഈ ജയൻ്റ് കേട്ടിട്ട് ഒരുപാട് നാളായി. അതുകൊണ്ട് തന്നെ ഈ ഒരു പാട്ട് വളരെയധികം ഈ ലോകത്തിലെ തന്നെ മോസ്റ്റ് ബ്യൂട്ടിഫുൾ മ്യൂസിക്കായിട്ട് ജയൻറ്റിന് തോന്നുകയാണ്. നോർത്ത് വിൻഡും ഹെയിലും ഒക്കെ അവരുടെ ഡാൻസ് സ്റ്റോപ്പ് ചെയ്യുകയാണ്. അവനെ തുറന്നിട്ടിരിക്കുന്ന ജനലിലൂടെ, കേസ്മെൻറ്റ് ജനൽ, ചെറുവാതിൽ, കിളിവാതിൽ എന്നൊക്കെ പറയുന്നതാണ്. അപ്പോൾ തുറന്നിട്ടിരിക്കുന്ന ജനവാതിലിലൂടെ അല്ലെങ്കിൽ ജനലിലൂടെ ഒരു ഡെലിഷ്യസ് ആയിട്ടുള്ള ഒരു മണം അവനിലേക്ക് എത്തുകയാണ്. ഐ ബിലീവ് ദ സ്പ്രിങ് ഹാസ് കം അറ്റ് ലാസ്റ്റ്. ഞാൻ വിശ്വസിക്കുന്നു ഇപ്പോൾ വസന്തം അവസാനം ഇവിടെ വന്നെത്തിയിരിക്കുന്നു എന്ന്. സെഡ് ദ ജയൻറ്റ് പറഞ്ഞു. എന്നിട്ട് ബെഡിൽ നിന്ന് ചാടി എണീറ്റ് പുറത്തേക്ക് നോക്കുകയാണ്. എന്താണ് അവൻ കണ്ടിട്ടുണ്ടാവുക? He saw a most wonderful sight. Through a little hole in the wall, the children had crept in, and they were sitting in the branches of the trees. In every tree that he could see, there was a little child. And the trees were so glad to have the children back again that they had covered themselves with blossoms and were waving their arms gently above the children's heads. The birds were flying above and twittering with delight, and the flowers were looking up through the green grass and laughing. It was a lovely scene. Only in one corner it was still winter. It was the farthest corner of the garden, and in it was standing a little boy. He was so small that he could not reach up to the branches of the tree, and he was wandering all round it, crying bitterly. The poor tree was still covered with frost and snow, and the north wind was blowing and roaring above it. "Climb up, little boy," said the tree,
and it bent its branches down as low as it could, but the boy was too tiny. അപ്പോൾ രാക്ഷസൻ പുറത്തു വന്ന് നോക്കിയപ്പോൾ കണ്ട കാഴ്ചകളാണ് പറയുന്നത്. അതൊരു വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു കാഴ്ച തന്നെയായിരുന്നു. വാളിൻ്റെ ജയൻ്റ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു വാളിൻ്റെ ചെറിയ ഒരു സുഷിരത്തിലൂടെ, ഒരു ഹാളിലൂടെ ചിൽഡ്രൻ, ആ കുട്ടികൾ ഗാർഡനിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആ ഗാർഡനിലുള്ള ഓരോ മരത്തിലും ഈ ഓരോ കുട്ടികളും ഇടം പിടിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഓരോ മരത്തിലും ഓരോ കുട്ടിയും കയറിയിരുന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുട്ടികൾ തിരിച്ചു വന്നതിൻ്റെ സന്തോഷത്തിൽ ആ മരങ്ങളൊക്കെയും പൂത്തിരുന്നു. കിളികൾ പാട്ടു പാടുന്നു, കിളികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കുന്നു. ഇങ്ങനെ അവരുടെ സന്തോഷം മുഴുവൻ അവർ കാണിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ ഈ ഗാർഡൻ്റെ ഒരു കോർണറിൽ മാത്രം, അകലെയുള്ള ഒരു കോർണറിൽ, ഒരു മൂലയിൽ മാത്രം ഇപ്പോഴും വിൻ്ററാണ്. അവിടെ ഒരു ചെറിയ കുട്ടി മരത്തിൽ കയറാനാവാതെ അവിടെ വിഷമിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ആ കുട്ടിക്ക് കയറാനായിട്ട് ആ മരത്തിന് കഴിയാവുന്ന അത്രയും തൻ്റെ കൊമ്പുകളൊക്കെ താഴ്ത്തി കൊടുത്തിരുന്നു. എന്നിട്ടും ആ ബോയ്ക്ക് കയറാൻ പറ്റിയില്ല, കാരണം ആ ബോയ് അത്രയ്ക്കും ചെറിയ കുട്ടിയാണ്. And the giant's heart melted as he looked up. "How selfish I have been," he said. "Now I know why the spring would not come here. I will put that poor little boy on the top of the tree, and then I will knock down the wall, and then I will knock down the wall, and my garden shall be the children's playground forever and ever." He was really very sorry for what he had done. ഇങ്ങനെ പുറത്തുള്ള കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ ആ ഒരു ജയൻറ്റിൻ്റെ മനസ്സ് ഉരുകുകയാണ്. ഞാൻ എത്ര സ്വാർത്ഥനായിരുന്നു. ഇപ്പോൾ എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് വസന്തം ഇവിടെ വരാതിരുന്നത് എന്ന്. ഞാൻ ആ ചെറിയ കുട്ടിയെ സഹായിക്കണം. ഞാൻ അവനെ മരത്തിന് മുകളിലേക്ക് കയറ്റിയിരുത്തണം. എന്നിട്ട് ഞാൻ ആ വാള് ഇടിച്ച് പൊളിച്ചിടും. എൻ്റെ ഈ ഗാർഡൻ കുട്ടികളുടെ പ്ലേ ഗ്രൗണ്ടായിട്ട് മാറ്റും. എന്നെന്നും ഇത് അവരുടെ പ്ലേ ഗ്രൗണ്ടായിട്ടും മാറ്റും. ഇങ്ങനെയൊക്കെ സെൽഫിഷ് ജയൻറ്റ്, അല്ലല്ല ഇപ്പോൾ സെൽഫിഷ് അല്ല, ആ ഒരു ജയൻറ്റ് പറയുകയാണ്. എന്നിട്ട് ആ ജയൻറ്റിന് ഒരുപാട് സങ്കടമാവുകയാണ് അദ്ദേഹം ചെയ്ത കാര്യങ്ങൾക്ക്. സോ he crept downstairs and opened the front door quite softly and went out into the garden. But when the children saw him, they were so frightened that they all ran away, and the garden became winter again. Only the little boy did not run, for his eyes were so full of tears that he did not see the giant coming. And the giant stole up behind him and took him gently in his hand and put him up into the tree. And the tree broke at once into blossom, and the birds came and sang on it. And the little boy stretched out his 2 arms and flung them round the giant's neck and kissed him. And the other children, when they saw that the giant was not wicked any longer, came running back, and with them came the spring. "It is your garden now, little children," said the giant, and he took a great axe and knocked down the wall. And when the people were going to market at 12 o'clock, they found the giant playing with the children in the most beautiful garden they had ever seen. അപ്പോൾ ആ ജയൻറ്റ് താഴേക്ക് വന്നിട്ട് ഫ്രണ്ട് ഡോറ് ഓപ്പൺ ചെയ്ത് പുറത്തേക്ക് വരികയാണ്. അപ്പോൾ ഈ ജയൻറ്റ് വരുന്ന കണ്ടിട്ട് ആ കുട്ടികളെ പേടിച്ച് ഓടുകയാണ്. ആ കുട്ടികൾ ഓടിയ അതേ സമയത്ത് തന്നെ ആ ഗാർഡൻ വീണ്ടും വിൻ്ററായിട്ട് മാറുകയാണ്. എല്ലാ കുട്ടികളും ഓടിയിരുന്നില്ല. ആ ഒരു ചെറിയ കുട്ടി ഉണ്ടല്ലോ, ആ കുട്ടി ഓടിയില്ല. കാരണം ആ കുട്ടിയുടെ കണ്ണിൽ നിറച്ച് വെള്ളമാണ്. ആ കുട്ടി മരത്തിൽ കയറാൻ കഴിയാതെ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ നിറച്ച് വെള്ളമായതുകൊണ്ട് ജയൻറ്റ് വരുന്നത് ഈ കുട്ടി കണ്ടിട്ടുണ്ടായിരുന്നില്ല. ബാക്കി എല്ലാ കുട്ടികളും ഓടിപ്പോയി. അപ്പോൾ ജയൻറ്റ് ഈ കുട്ടിയുടെ അടുത്തേക്ക് വന്നിട്ട് ആ കുട്ടിയെ പതുക്കെ എടുത്തിട്ട് ഈ മരത്തിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ആ മരത്തിൽ പൂക്കളുണ്ടാവുകയാണ്. ബേഡ്സ് പാട്ടുപാടുകയാണ്. ആ കൊച്ചുകുട്ടി ജയൻറ്റിൻ്റെ കഴുത്തിലൂടെ കൈകൾ ഇട്ടിട്ട് അയാളെ ഉമ്മ വയ്ക്കുകയാണ്.
അപ്പോൾ ഇതൊക്കെ ഓടിപ്പോയിട്ടുള്ള ആ കുട്ടികൾ കാണുന്നുണ്ട്. അപ്പോൾ അവർ ഈ ജയൻ്റ് ഇത്ര ക്രൂരനല്ലല്ലോ എന്ന് ആലോചിച്ചുകൊണ്ട് അവർ തിരിച്ചു വരികയാണ്. അവരോടൊപ്പം തന്നെ സ്പ്രിംഗ് സീസണും തിരിച്ചു വരികയാണ്. കുട്ടികളെ, ഇത് ഇനി മുതൽ നിങ്ങളുടെ ഗാർഡനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ജയൻറ്റ് ഒരു വലിയൊരു ആക്സ് എടുത്തുകൊണ്ട്, ഒരു കൈക്കോട്ട് എടുത്തുകൊണ്ട് ആ ഒരു വാള് ഇടിച്ച് വീഴ്ത്തുകയാണ്. 12 മണിക്ക് മാർക്കറ്റിലേക്ക് പോകുന്ന ആളുകൾ കണ്ടത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗാർഡനിൽ ഈ ജയൻറ്റ് കുട്ടികളൊപ്പം കളിക്കുന്നതാണ്. All day long they played, and in the evening they came to the giant to bid him goodbye. അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരമായപ്പോൾ അവർ ജയൻറ്റിൻ്റെ അടുത്ത് വന്നിട്ട് ഗുഡ് ബൈ പറയാൻ വേണ്ടി വരികയാണ്. ബിഡ്, കോൾ അല്ലെങ്കിൽ ടെൽ. But where is your little companion? He said. The boy I put into the tree. The giant loved him the best because he had kissed him. ഇങ്ങനെ ആ കുട്ടികൾ ഗുഡ് ബൈ പറയാൻ വേണ്ടി ജയൻറ്റിൻ്റെ അടുത്ത് വന്ന സമയത്ത് ജയൻറ്റ് ചോദിക്കുകയാണ്, ആ ഒരു ചെറിയ കുട്ടി എവിടെ? ഞാൻ മരത്തിൽ കയറ്റി വെച്ച ആ കുട്ടി. ജയൻറ്റിന് ആ ഒരു കുട്ടിയെ വളരെയധികം ഇഷ്ടമായിരുന്നു. കാരണം ആ കുട്ടി ജയൻറ്റിനെ കിസ് ചെയ്തിരുന്നു. മറ്റാരും ഈ ജയൻറ്റിനോട് ഇങ്ങനെ സ്നേഹത്തിൽ പെരുമാറിയിട്ടില്ലല്ലോ. ആദ്യമായിട്ട് പെരുമാറിയത് ആ ഒരു ചെറിയ കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ ജയൻറ്റിന് ആ കുട്ടിയോട് വളരെയധികം ഇഷ്ടമായിരുന്നു. We don't know, answered the children. He has gone away. ഞങ്ങൾക്കറിയില്ല, അവൻ പോയിട്ടുണ്ടാകാം. കുട്ടികൾ പറയുകയാണ്. You must tell him to be sure and come tomorrow, said the giant. But the children said that they did not know where he lived and had never seen him before, and the giant felt very sad. അപ്പോൾ ജയൻറ്റ് പറയുകയാണ്, നാളെ അവനോട് എന്തായാലും വരാൻ പറയണം എന്ന് ഈ കുട്ടികളുടെ അടുത്ത് പറയാണ്. അപ്പോൾ ആ കുട്ടികൾ പറയാണ്, അത് ഞങ്ങൾക്ക് അറിയില്ല അവൻ എവിടെയാണ് ജീവിക്കുന്നത് എന്ന്, അല്ലെങ്കിൽ അവൻ എവിടെയാണ് താമസിക്കുന്നത് എന്ന് ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾ അവരെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത് കേട്ടപ്പോൾ ജയൻറ്റിന് വളരെയധികം സങ്കടമാവുകയാണ്. Every afternoon when school was over, the children came and played with the giant. But the little boy whom the giant loved was never seen again. The giant was very kind to all children, yet he longed for his first little friend and often spoke of him. How I would like to see him, he used to say. എല്ലാ വൈകുന്നേരങ്ങളിലും സ്കൂൾ കഴിയുമ്പോൾ ആ കുട്ടികൾ വന്നിട്ട് ഈ ജയൻറ്റിനെ കൂടെ കളിക്കാറുണ്ടായിരുന്നു. പക്ഷേ ആ ചെറിയ കുട്ടി, ജയൻറ്റ് ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന ആ ഒരു കുട്ടി പിന്നീട് തിരിച്ചു വന്നിട്ടില്ല. ഈ ജയൻറ്റ് ആ കുട്ടികളോടൊക്കെ വളരെയധികം കൈൻഡായിരുന്നു, വളരെയധികം ദയുള്ളവനായിരുന്നു. ഈ ചെറിയ കുട്ടിയെക്കുറിച്ച് അവരോട് ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുമായിരുന്നു. Years went over and the giant grew very old and feeble. He could not play about anymore. So he sat in a huge armchair and watched the children at their games and admired his garden. I have many beautiful flowers, he said, but the children are the most beautiful flowers of all. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. ഈ ജയൻറ്റ് വയസ്സാവുകയും ഫീബിളാവുകയും ദുർബലമാവുകയും ചെയ്തു. ഇപ്പോൾ അവന് കുട്ടികളുടെ കൂടെ കളിക്കാൻ കഴിയില്ല. അവനൊരു വലിയ ആം ചെയറിൽ ഇരിക്കുകയാണ്. എന്നിട്ട് കുട്ടികളുടെ കളി കണ്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ട്, പക്ഷേ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് കുട്ടികളാണ്. ഇത് ജയൻറ്റ് പറയുന്നതാണ്. One winter morning he looked out his window as he was dressing. He did not hate the winter now, for he knew that it was merely the spring asleep and that the flowers were resting. അപ്പോൾ ഒരു മഞ്ഞുകാലത്തിലെ ഒരു മോർണിംഗിൽ ഈ ജയൻറ്റ് ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് പുറത്തേക്ക് നോക്കി, വിൻഡോയിലൂടെ ഒന്ന് പുറത്തേക്ക് നോക്കി. ഇപ്പോൾ അയാൾക്ക്, ഈ ജയൻറ്റിന് വിൻ്ററിനോട് വെറുപ്പില്ല. കാരണം ഇപ്പോൾ ജയൻറ്റിന് അറിയാം ഫ്ലവേഴ്സ് റെസ്റ്റ് എടുക്കുകയാണ്, ഈ ഒരു സ്പ്രിങ് ഉറങ്ങുകയാണ്, കുറച്ച് കഴിഞ്ഞാൽ തിരിച്ചു വരും എന്നുള്ളത് ഇപ്പോൾ ജയൻറ്റിന് അറിയാം. അതുകൊണ്ട് തന്നെ വിൻ്ററിനോട് ഇപ്പോൾ ഹേറ്റില്ല, വെറുപ്പില്ല. Suddenly he rubbed his eyes in wonder and looked and looked. It certainly was a marvelous sight.
In the farthest corner of the garden was a tree quite covered with lovely white blossoms. Its branches were golden, and silver fruit hung down from them, and underneath it stood the little boy he and loved. പെട്ടെന്ന് ഈ ജയൻറ്റ് ഒരു അത്ഭുതം കാണുകയാണ്. ഈ ഗാർഡൻ്റെ അകലെയുള്ള ഒരു കോർണറിലെ ഒരു മരം മനോഹരമായിട്ടുള്ള വൈറ്റ് ബ്ലോസംസ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബ്രാഞ്ചസ്, അതിൻ്റെ കൊമ്പുകൾ ഗോൾഡൻ ആണ്, ആൻഡ് സിൽവർ ഫ്രൂട്ട്സ് ഹങ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ചുവട്ടിലായിട്ട് ആ ഒരു ചെറിയ പയ്യനുണ്ടായിരുന്നല്ലോ, അവൻ നിൽക്കുന്നുണ്ട്. ഡൗൺ സ്റ്റേഴ്സ് റാൻ ദ ജയൻറ്റ് ഇൻ ഗ്രേറ്റ് ജോയ് ആൻഡ് out into the garden. He hastened across the grass and came near to the child, and when he came quite close his face grew red with anger, and he said, "Who had dared to warn thee?" For on the palms of the child's hands were the prints of 2 nails, and the prints of 2 nails were on the little feet. അപ്പോൾ ഈ കാഴ്ച കണ്ടതോടെ ആ ഒരു കൊച്ചു പയ്യൻ അവിടെ നിൽക്കുന്നത് ഈ ജയൻറ്റ് കണ്ടപ്പോൾ വളരെയധികം സന്തോഷമായിട്ട് താഴേക്ക് വന്ന് ഗാർഡനിലേക്ക് ഓടിപ്പോവുകയാണ്. അവൻ പുല്ലുകൾക്കിടയിലൂടെ ഹാസ്റ്റൻഡ് ചെയ്തിട്ട് തിരക്ക് കൂട്ടി ആ കുട്ടിയുടെ അടുത്തേക്കെത്തി. ആ കുട്ടിയുടെ ഫേസ് അടുത്തേക്ക് വന്നപ്പോഴേക്കും ദേഷ്യം കൊണ്ട് ചുവന്നു ഈ ജയൻറ്റിന്. എന്നിട്ട് അവൻ ചോദിക്കുകയാണ്, ഹൂ ഹാഡ് ഡെയർഡ് ടു വോൺ തീ? നിന്നെ ഉപദ്രവിക്കാൻ ആരാണ് ധൈര്യപ്പെട്ടത്? ആ കുട്ടിയുടെ കൈകളിൽ ഒരു 2 നെയിൽസിൻ്റെ പ്രിൻ്റ് ഉണ്ടായിരുന്നു. അതുപോലെ ആ കുട്ടിയുടെ കാലുകളിലും 2 നെയിൽസിൻ്റെ പ്രിൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആരോ ഉപദ്രവിച്ചതാണെന്ന് കരുതിയിട്ടാണ് ഈ ജയൻറ്റ് അങ്ങനെ ചോദിച്ചത്. ഹൂ ഹാഡ് ഡെയർഡ് ടു വോൺ തീ? ക്രൈഡ് ദ ജയൻറ്റ്. ടെൽ മീ ദാറ്റ് ഐ മേ ടേക്ക് മൈ ബിഗ് സ്വാഡ് ആൻഡ് സ്ലേ ഹിം. ആരാണ് നിന്നെ മുറിവേൽപ്പിക്കാൻ ധൈര്യപ്പെട്ടത്? പറയൂ, ഞാൻ എൻ്റെ ബിഗ് സ്വാഡ്, എൻ്റെ വലിയ വാളെടുക്കുകയും ഞാൻ അവനെ കൊല്ലുകയും ചെയ്യാം. നൈ, ആൻസർഡ് ദ ചൈൽഡ്, ബട്ട് ദീസ് ആർ ദ വോൺസ് ഓഫ് ലവ്. ഇല്ല, ഇത് വോൺസ് ഓഫ് ലവ് ആണ്, സ്നേഹത്തിൻ്റെ മുറിവാണിത്. ആ കുട്ടി പറഞ്ഞതാണ്. ഹൂ ആർ തു? ഹൂ ആർ യു? ആരാണ് നീ? സെഡ് ദ ജയൻറ്റ്, ആൻഡ് എ സ്ട്രേഞ്ച് ഔ ഫെൽ ഓൺ ഹിം ആൻഡ് ഹി നെൽറ്റ് ബിഫോർ ദ ലിറ്റിൽ ചൈൽഡ്. ഒരു വിചിത്രമായ വിസ്മയം അവൻ്റെ മുന്നിൽ വീണു. അത് കാരണം ആ ഒരു ജയൻറ്റ് ആ കൊച്ചുകുട്ടിയുടെ മുമ്പിൽ മുട്ടുകുത്തി, മുട്ടുകുത്തി. ആൻഡ് ദ ചൈൽഡ് സ്മൈൽഡ് ഓൺ ദ ജയൻറ്റ് ആൻഡ് സെഡ് ടു ഹിം, യു ലെറ്റ് മീ പ്ലേ വൺസ് ഇൻ യു ഗാർഡൻ. ടുഡേ യു ഷാൾ കം വിത്ത് മീ ടു മൈ ഗാർഡൻ വിച്ച് ഇസ് പാരഡൈസ്. ആ കുട്ടി ചിരിച്ചുകൊണ്ട് ജയൻറ്റിനോട് പറയുകയാണ്, നിങ്ങൾ എന്നെ ഒരിക്കൽ നിങ്ങളുടെ ഗാർഡനിൽ കളിക്കാൻ അനുവദിച്ചു. ഇപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ എൻ്റെ ഗാർഡനിലേക്ക് വരണം. എൻ്റെ ഗാർഡൻ എന്ന് പറയുന്നത് പാരഡൈസ് ആണ്, സ്വർഗമാണ്. ആൻഡ് വെൻ ദ ചിൽഡ്രൻ റാൻ ഇൻ ദ ആഫ്റ്റർനൂൺ ദേ ഫൗണ്ട് ദ ജയൻറ്റ് ലൈയിങ് ഡെഡ് അണ്ടർ ദ ട്രീ, ഓൾ കവേർഡ് വിത്ത് വൈറ്റ് ബ്ലോസംസ്. അങ്ങനെ വൈകുന്നേരം കുട്ടികൾ കളിക്കാനായിട്ട് വന്ന സമയത്ത് ഈ ജയൻറ്റ് മരിച്ചു കിടക്കുന്നത് കണ്ടു, കവേർഡ് വിത്ത് വൈറ്റ് ബ്ലോസംസ്. അപ്പോൾ ആ കുട്ടി ഒരു ഗോഡിൻ്റെ രൂപമായിട്ട് വന്നതാണ്. അങ്ങനെ ഒരു തീമാണ് ഈ ഒരു സ്റ്റോറിയിൽ പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ദ സെൽഫിഷ് ജയൻറ്റ് എന്നുള്ള ഈ ഒരു സ്റ്റോറി. ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ അടുത്ത പാർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. Thank you.